ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് ഉള്ള ദൃശ്യങ്ങളാണ്. അവിടെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കാണുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇന്ന് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്ന വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള അംഗങ്ങളുടെ പിൻബലം UDFന് തിരക്കാനായില്ല. ഇടതുപക്ഷവുമായി ഇക്കാര്യത്തിൽ യോജിച്ച് മുന്നേറാൻ UDFന് കഴിഞ്ഞില്ല. പക്ഷേ UDFന്റെ പ്രതിഷേധം ഇന്ന് നേരത്തെ അവർ പ്രഖ്യാപിച്ചതാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലേക്ക് UDF കൗൺസിലർമാരും പ്രവർത്തകരും ഇപ്പോൾ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിക്കെതിരെ UDF കൗൺസിലർമാരും പ്രവർത്തകരും നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച അവിശ്വാസ പ്രമേയത്തിനുള്ള സാധ്യത മങ്ങിപ്പോയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം കുറെ കൂടി ശക്തിപ്പെടുത്താൻ UDF തീരുമാനിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ LDF തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDFന്റെ നീക്കം പാളിപ്പോയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിന് മുന്നിൽ അവിടെ ഭരണസമിതിക്ക് BJP ഭരണസമിതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള UDFന്റെ പ്രതിഷേധ മാർച്ചാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈ രാജിവൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണസമിതിക്കെതിരെ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് UDF അംഗങ്ങൾ കോർപ്പറേഷന് മുന്നിലേക്ക് നീങ്ങുന്നത്. റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. റിനു, അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം പാളി, LDFന്റെ പിന്തുണയില്ല, അതുകൊണ്ട് അംഗങ്ങളെ തികയ്ക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണല്ലോ UDF. രാജിവെക്കൂ എന്ന് BJP ഭരണസമിതിക്ക് ഇതിന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? പോലീസ് ഇവരെ തടഞ്ഞിട്ടുണ്ടോ? ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് നഗരസഭയുടെ മുന്നിലേക്ക് UDF വലിയ പ്രതിഷേധവുമായി എത്തിയത്. നഗരസഭയുടെ ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധം. ആ പ്രതിഷേധം N ശക്തൻ MLA ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷമാണ് ചില പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് നഗരസഭയ്ക്കുള്ളിലേക്ക് കടന്നത്. അവിടെ പോലീസ് ബലം പ്രയോഗിച്ചു. പോലീസ് തടഞ്ഞു. അവരെ പുറത്തേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും കൂടുതൽ പ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒടുവിൽ ശബരിനാഥ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, മുതിർന്ന നേതാക്കൾ സ്ഥലത്തെത്തി ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരിച്ച് സമരപ്പന്തലിന് മുന്നിലേക്ക് നഗരസഭയുടെ ഇടതുവശത്തെ കവാടത്തിന് മുന്നിലേക്ക് എത്തി ഇവർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ പാളി, തെരുവുനായ്ക്കളെ മാറ്റുന്നതിൽ ഭരണം സ്തംഭിച്ചു സംസ്ഥാനത്ത് എന്ന് അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ പരിപാടി ഇവർ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു, സംഘർഷങ്ങൾ നടക്കുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ശാരീരികമായി പോലും മുറിവുകളേൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 2:30-ക്ക് നിർണായകമായിട്ടുള്ള കൗൺസിൽ യോഗം ചേരാൻ വേണ്ടിയിരിക്കുന്നു. കൊണ്ടുവന്ന നഗരത്തിനെ മാറ്റിമറിക്കുമെന്നൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട്, മാത്രമല്ല പ്രഖ്യാപനങ്ങൾ ഉപരിയായി റീൽസുകളിലൂടെ ഞങ്ങളെല്ലാം മികച്ചവരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDFന്റെ നീക്കം LDF പിന്തുണയ്ക്കില്ല എന്ന് അറിയിച്ചതോടുകൂടി അതിന്റെ സാധ്യതകൾ മങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ BJP ഭരണസമിതി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള UDFന്റെ പ്രതിഷേധ മാർച്ചും ധർണയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് UDF അംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.